ഈ സഹാബത്തിനെ നിഷേധിച്ചാൽ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞാലുള്ള ദോഷം എന്താ പറയണതെന്ന് തിരിയില്ല. പിച്ചും വൈ ഇങ്ങനെ പറഞ്ഞുകൊടുക്കൂ. അതിനെ കണക്ക്. സഹാബത്തിനെ അംഗീകരിച്ച് നമ്മൾ പറഞ്ഞല്ലോ, സഹാബത്ത് വരെയുള്ള ആ പരമ്പര നമ്മൾ പറഞ്ഞു. ആ മാർഗം സ്വീകരിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇനി അത് സ്വീകരിക്കാഞ്ഞാലുള്ള ദോഷം, അത് സ്വീകരിക്കാഞ്ഞാലുള്ള ദോഷത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ വലിയ നേതാവ് ഉമ്മർ മൗലവി. ഉമ്മർ മൗലവിനെ പരിചയമില്ലാത്തൊരു മുജാഹിദും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഓ മുജാഹിദും അല്ല. ഇത് ഉമർ മൗലവിന്റെ പുസ്തകം. മാസിക 1999 ഫെബ്രുവരി 20. ഇതിന്റെ 48ാമത്തെ പേജ് എടുത്തു നോക്ക്. എന്താ മൂപ്പര് പറഞ്ഞു നോക്കി. സഹാബത്തിനെ അംഗീകരിക്കാതെ വന്നാലുള്ള അബദ്ധങ്ങൾ എന്താണ് എന്താ പറഞ്ഞു. ഒരൊറ്റ ഉദാഹരണം. മൂപ്പരോടൊരു ചോദ്യം ചോദിച്ചതാണ്. നന്നാകാൻ താല്പര്യമുള്ള കൂട്ടര് മൂപ്പരോട് ഫത്വ കിട്ടിയാൽ നന്നാവുന്നാണോ വല വെപ്പ്? എന്താ ചോദ്യം എന്നറിയോ? സുബൈ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നതിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും ഖുനൂത്തും സുജൂദും ഒന്നും എടുക്കാത്തവരെ വഴി പിഴച്ചവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് സുബൈ നമസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്തു പറയുന്നു? എങ്ങനെ? സുബൈക്ക് കൃത്യമായിട്ട് ഖുനൂത്തോതും, മറന്നാലോ സഹ്വിന്റെ സുജൂദും ചെയ്യും. രണ്ടും ചെയ്യാത്തവരെ കണ്ടാ വെറുപ്പ. അങ്ങനത്തെ ഇമാമാരാ നമ്മളെ പള്ളിയിലെ ഇമാമ്. സുന്നള മോചന്മാര് കൃത്യമായിട്ട് ഖുനൂത്തോതും, മറന്നാ സഹ്വിന്റെ സുജൂദും ചെയ്യും. രണ്ടും ചെയ്യാത്തവരെ കണ്ട ജയനാട്ടോ ശ്രദ്ധിക്കണം കേട്ടോ അറിയും. അതന്നെ അങ്ങനത്തെ ഇമാമിന്റെ വൈദ്യലെ ചില മുജാഹിദീങ്ങൾ വന്നിട്ടുണ്ടാക്കുന്നുണ്ട്, തുടർന്ന് നിക്കരിക്കുന്നുണ്ട്. അത് പറ്റുമോ? ഇതാണ് മൗലവിനോട് ചോദ്യം. മൗലവി മറുപടി: മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേകം ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അത് ന്യായം, ഒരു കുഴപ്പവും നമുക്ക് പറയാനില്ല. അതിന് തരപ്പെടാഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. അതിന് പാകുണ്ടായില്ല നിൽക്കുക. നമുക്ക് സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കി പോകാൻ കഴിയൂലെങ്കിൽ പിന്നെ മൂപ്പരെ തുടർന്ന് നിൽക്കരിക്കന്നെ. ആദ്യം തനി ശുർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയും ഇല്ല. പള്ളിയിലെ ഇമാമ് കാര്യകുട്ടിയാണെങ്കിലേ, അല്ലെങ്കിൽ ഓവാലിനാണെങ്കിൽ ഓനെ തുടരാനും പറ്റൂല. അതാണ് ഈ തനി ശുർക്കെന്നാണ്. ശുർക്കെന്നാണ് മുരിക്കച്ചവടക്കാരന്റെ പേരല്ലല്ലോ. ഈ പള്ളിയിലെ ഇമാമ് തനി ശുർക്കനാണെങ്കിൽ തുടരാൻ പറ്റുകയും ഇല്ല. ഇമാം ഖുനൂത്തോതുന്ന സമയത്ത് ഖുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്നാൽ ആ ഖുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ലെന്ന് ഇമാം ഖുനൂത്തോതുന്ന സമയത്ത് ഖുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ആ ഖുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ലെന്ന് തോന്നുന്നു. രണ്ടും ഇയാളാ പറയണത്. ഇമാമ് ഖുനൂത്തോതുമ്പോ ആ ഖുനൂത്തിൽ പങ്കെടുക്കാതിരിക്കലാണ് നല്ലത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പങ്കെടുക്കുന്നതിന് വിരോധമില്ലാന്നോ തോന്നുന്നുണ്ട്. അപ്പൊ തോന്നുന്നത് മനസ്സിലാകണില്ല, മനസ്സിലാകുന്നത് തോന്നുന്നില്ല. അതിന്റെ പേരെന്താ അറിയോ? അതിന്റെ പേര് ഖുർആനും സുന്നത്തുന്ന റുബ്ബാജുനൂനിൻ ഫിദ്ദുനാ കാമിസിലിക ലൈസ ലഹു ദവാഉനില്ലാ നെല്ലിക. അതിനാ വെള്ളം ഇങ്ങനെ തലക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വേറൊരു വകുപ്പിനില്ല. തണുപ്പല്ലോ കൊള്ളണം. ഇമാമ ഖുനൂത്തോതുന്ന സമയത്ത് ആ ഖുനൂത്തിൽ പങ്കെടുക്കാതിരിക്കലാണ് നല്ലത് എന്നാ മൂപ്പർക്ക് മനസ്സിലാണത്. പങ്കെടുക്കണേ വിരോധമില്ല എന്നാ തോന്നുന്നത് മനസ്സിലാണില്ല, മനസ്സിലാണ് തോന്നുന്നില്ല. ഇത് തന്നെയാണ് സ്വഹാബാക്കളായിട്ടുള്ള ബന്ധം വിട്ടാൽ, പൂർവികന്മാരായ ആളുകളോടുള്ള അനുകരണങ്ങൾ. ഈ പരമ്പര ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മാർഗം വിട്ടാ പിന്നെ എങ്ങനെയാണ് പോവുക? ഇത് സൽസബീലായി. എന്നിട്ട് കേൾക്കി, ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ഒരു മതവിധി പറയാ ഇയാള്. ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിനെങ്ങനെ സമാധാനം അങ്ങനെ ചെയ്യാം. നമുക്ക് വേണേ തോന്നാ കേക്കോട്ടിരിക്കും ഞാൻ കേറ്റല് സമാധാനം അങ്ങനെയാണ്. കാറ്റൊക്കെ അവിടുന്ന് കിട്ടുന്നത് ഞാൻ അങ്ങോട്ട് വെക്കുക. ഒരുത്തന് തോന്നാണ് ഈ വടക്കം ഭാഗത്തേക്ക് തിരിയാതെ അപ്പൊ വളരെ സുഖം, നമ്മളെ കൃഷിയും കാര്യമൊക്കെ ആണ്, എന്നാ പുറത്തു നോക്കാനും സൗകര്യമാണ് വെച്ചാൽ അങ്ങോട്ട് തിരിയാ. ഓരോരുത്തർക്കും അവരവരെ മനസ്സിന് സമാധാനം തോന്നുന്ന പോലൊക്കെ ചെയ്യാം. പിന്നെ ഇവരോട് ആയത്തോതിയ ഇറക്കേണ്ട ആവശ്യമുണ്ടോ?
പിന്നെ ഓല് ഓതിന് ആയത്തല്ലേ എന്ന് പറയണോ? വേണ്ട. ഓലെ സമാധാനം പോലെ ഓല് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യട്ടെ. ഓരോരുത്തർക്കും കാരണം ഓല് തോന്നുന്നത് പറയില്ല, പറയണത് തോന്നൂല, മനസ്സിലാവില്ല, ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, മുടിക്കുന്നു, ഒന്നും കിട്ടില്ല. തന്നെ അതിന് സോക്കെടുന്നാ പറയാ. അതിന് നമ്മൾ വെറുതെ ആയത്ത് വഴി തോന്നിയിട്ട് വജല കൂടിയില്ല. ഓരോ പണി വെച്ച് നോക്കിക്കോട്ടെ. അത് പ്രാർത്ഥനയെ പറയുള്ളൂ. ഇവര് ഈ നിലവാരത്തിലാണ് ഇവരുടെ. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഞങ്ങൾ ഇതേ ക്രമത്തിലാ മനസ്സിലാക്കിയ. നേരത്തെ ഇതങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാവുന്ന വേറൊന്ന്, തോന്നുന്നത് വേറൊന്ന്. എന്നിട്ട് പറയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങക്ക് അവനാനും ഉണ്ടെങ്കിൽ മനസ്സിൽ സമാധാന ചാവൂലകൾ ചെയ്തുകൂടി. പിന്നെ വേറെന്തപ്പ ഇനി കാട്ടുക? ഇനി നമ്മൾ ഈ അടിയന്തരത്തിന് ചോറ് കഴിക്കണ കൂട്ടരല്ലേ? ഈ നേർച്ച കോയും മറ്റും മറിച്ചൊക്കെ തിന്ന കൂട്ടരല്ലേ? അതിനെപ്പറ്റി ചോദ്യം കേട്ടോളി. മൗലിദ്, നേർച്ചപ്പാട്ട്, റാത്തീവ് മുതലായവ ശിർക്കാണെന്നും ചാവടിയന്തരംഗത്വം മുതലായവ വിധേയത്താണെന്നും വാദിക്കുകയും മനഃപൂർവ്വം അവയെല്ലാം വർജിക്കുകയും ചെയ്യുന്ന നമ്മുടെ ചില മുജാഹിദ് സഹോദരങ്ങൾ അവയുടെ സദ്യകളിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് ശരിയാണോ? അടിയന്തരം റാത്തീവൊന്നും പറ്റൂല, ആരും തിന്നാ ഒന്നാം സപ്പിൽ ഉണ്ടാവും ചെയ്യും. അത് പറ്റുമോന്നാ ചോദിക്കണത്. അത് സുന്നി എന്നല്ല, മുജാഹിദിന് അങ്ങനെ തിന്നാൻ പറ്റുമോ? അതിന് മുമ്പ് കൊടുത്ത മറുപടി കേൾക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയ ബലിമൃഗത്തിന്റെ മാംസവും അവരുടെ പേരിൽ വിതരണം ചെയ്യപ്പെടുന്ന മറ്റ് വിഭവങ്ങളും ഭക്ഷിക്കൽ രണ്ട് വിധത്തിലുണ്ട്. ഭക്ഷിക്കലിന് രണ്ട് സൈസാ, തിന്നലെ രണ്ട് സൈസ്. ഒന്ന് ദുബുറു കൂടെ കയറ്റണല്ല ഇപ്പൊ പറയണത്. ഭക്ഷിക്കലിന് രണ്ട് സൈസ് ഉണ്ട് എന്നാ പറഞ്ഞത്. ഒന്ന്, ആ ഭക്ഷ്യവസ്തുക്കൾക്ക് വല്ല ഒരു ബർക്കത്തുണ്ടെന്നും അത് ഭക്ഷിച്ചാൽ രോഗം ശമിക്കുക പോലെയുള്ള ഗുണങ്ങൾ ലഭിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ചിലർ ഭക്ഷിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലാ നേർച്ചക്കാരുടെ നേരെ ഭക്തിയും ബഹുമാനവും സ്ഥലം പിടിച്ചിട്ടുണ്ട്. അദൃശ്യ മാർഗത്തിൽ ഗുണം ആശിക്കുക എന്നുള്ള ആരാധനയുടെ കാതലായ വശം അതിന്റെ ഉള്ളിലുണ്ട്. അതിനാൽ ആ തീറ്റ തന്നെ ശിർക്കിന്റെ ആരാധനയാണ്. തന്നിമിത്തം ഈ നിലയിൽ തിന്നവൻ മുശിരിക്കും കാഫിറുമാകുന്നു. നേർച്ചന്റെ ചോറേ വെച്ചാല് മുശിരിക്കുമാണ്, കാഫിറുമാണ്. രണ്ടാമത്തെ തീറ്റി കേട്ടോളി. രണ്ടാമത്തേത് ഈ തരം വിചാരമൊന്നും കൂടാതെ വിഷപ്പടക്കാർ തിന്നലാകുന്നു. അത് വിശുദ്ധ ഖുർആനിൽ യാതൊരു വിരോധവുമില്ല. ഇതല്ലേ പണി? അപ്പൊ നമ്മളെ അടിയന്തരത്തിനും മൗലൂദിനും ഒക്കെ വന്നിട്ട് മുടിച്ച ഈ മൗലവി ഒരു ബൈക്കുണ്ടാക്കി കൊടുത്ത അത് വിഷപ്പടക്കാനാ, മറ്റത് ബർക്കത്തിനാ. ഈ നിലക്ക് ചാപ്പാടിന് സമൂഹത്തിന്റെ മുമ്പിൽ ഖുർആൻ ഓതി ബൈയുണ്ടാക്കി കൊടുത്ത കമ്പനിയാണ്. ഒരു ഒറ്റ ഉദാഹരണം, ഇതുപോലത്തെ എത്രയോ പുസ്തകമുണ്ട്. കൂട്ടായി അബ്ദുള്ളാജിയാനുണ്ട്, പഴയ കാലത്ത് ഔലാജി ഉണ്ട്. അയാൾക്ക് ഒരു ജുസു ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിൽ 1 കിലോ പോത്തിറച്ചും 1 കിലോ പോത്തിറച്ചി 1/2 കിലോ പോളിയും വേണം. അത് വേറെ ബുക്കിലുണ്ട്, വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഇനി വായിക്കുമ്പോ നോക്കാം. ഇപ്പൊ തൽക്കാലം ഒരടക്കം കെട്ടാണ്, ചെറിയൊരു ഇളക്കത്തിനുള്ള കെട്ടാ. അപ്പോ ഇവർക്ക് മനസ്സിലാകുന്നത് വേറെ, തോന്നല് വേറെ. ഈ മാർഗമാണ് സഹാബാക്കളെ കൈയൊഴിച്ചാലുള്ള ദോഷം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒറ്റ വാക്കിൽ എന്ത് പറയുന്നു? സുന്നി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് പ്രവർത്തി അനുവാദം സൂചനയാണ്. അതിലൂടെ മഹാന്മാരായ സഹാബത്ത്, താബികൾ, തബഉ താബികൾ മുതൽ നമ്മളെ ഉസ്താദുമാര് വരെ അംഗീകരിച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന കക്ഷിക്കാണെന്ന് പറയുന്നത് സുന്നി എന്ന് പറയുന്നത്.